എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സുഖം എല്ലാവരും സുഖമായിട്ടിരിക്കും വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മളൊരു ഈവനിങ് വ്ളോഗ് എടുക്കാൻ വിചാരിച്ച് സ്റ്റുഡിയോയിലേക്ക് പോകുക കേട്ടോ. ഇതിവിടെ താനായി കാണിച്ചുതരാം, എന്തോ ആയിക്കോട്ടെ. അങ്ങനെ നമ്മൾ കടവന്ത്രയിലുള്ള സ്റ്റുഡിയോയിലാട്ടോ എപ്പോഴും ഇവിടെ തന്നെ വരാറ്. സ്റ്റുഡിയോയിൽ വേറെ എവിടെയും ഞാൻ എറണാകുളത്ത് വന്നിട്ട് പോയിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ കണ്ണൂരുള്ള സ്റ്റുഡിയോയിലും പോയിട്ടുണ്ടായിരുന്നു, അത് എറണാകുളത്തുള്ള സ്റ്റുഡിയോയിലും. അപ്പോൾ സമ്മർ കളക്ഷൻസ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അടിപൊളിയായിട്ടുണ്ട്, ഒരുപാട് കളക്ഷൻസ് വന്നിട്ടുണ്ട്. സമ്മർ കഴിയാറായി, പക്ഷെ എന്നാലും കൂടെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. കുറേ തരം വെറൈറ്റീസ് ഓഫ് ഡ്രസ്സ് വന്നിട്ടുണ്ട്, ചപ്പൽസ് വന്നിട്ടുണ്ട്, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പം കൂടുതലും അഗേഡിന് എടുക്കണം എന്നുള്ള ഇതിലാട്ടോ പോയത്. കുറച്ച് നാളായി ഷോപ്പിംഗ് ഒക്കെ മര്യാദയ്ക്ക് ചെയ്തിട്ട്. അപ്പം പോയപ്പാടിനെ ഷർട്ടിൻ്റെ സെക്ഷൻ നോക്കി കേട്ടോ. എനിക്ക് മിക്കത് ഇഷ്ടമായി, ഷർട്ടിനൊന്നും ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഇത് ഇങ്ങനത്തെ ഓരോന്നൊക്കെ കാണിച്ചു കൊടുക്കുമായിരുന്നു. നല്ല അഫോർഡബിൾ ആട്ടോ. ഇവിടെ 1000 രൂപക്കുള്ളതേ ഉള്ളൂ. പിന്നെ ഈ ഷർട്ടൊക്കെ 500 രൂപേൻ്റെ റേറ്റേ ഉള്ളൂ കേട്ടോ. നല്ല രസമുണ്ട് കാണാനൊക്കെ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി പേഴ്സണലി. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ, ഏതെങ്കിലും ഡ്രസ്സ് നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ. അപ്പം ഞാൻ ഇതൊക്കെ ഏട്ടനിങ്ങനെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. നല്ല രസമില്ലേ നോക്ക്. പക്ഷേ ഏട്ടന് ഇതൊന്നും ഇഷ്ടമായിട്ടില്ല. ഏട്ടൻ പറഞ്ഞ ഷർട്ട് ഒരു രസമില്ല ഇവിടുത്തത് എന്നൊക്കെ പറഞ്ഞിട്ട് ഏട്ടനിങ്ങനെ ഷർട്ട് വേണ്ട എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുമായിരുന്നു കേട്ടോ. എനിക്ക് തൊടുന്നതും പിടിക്കുന്നതും കാണുന്നതൊക്കെ എനിക്ക് ഇങ്ങനത്തെ ഫ്ലോറൽ എന്താ പറയുക ഡിസൈൻസൊക്കെ വരുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഫ്ലോറൽ അല്ലെങ്കിലും വേറെ ഏതെങ്കിലും ഡിസൈൻ വരുന്നതും ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ എല്ലാവരും ഇങ്ങനത്തെയൊക്കെ അല്ലേ ഇടുന്നല്ലേ കൂടുതലും. അപ്പോൾ ഏട്ടൻ പറഞ്ഞു എനിക്ക് ഷർട്ട് വേണ്ട, ടീഷർട്ട് മതി എന്ന് പറഞ്ഞിട്ട് ഒരു ടീഷർട്ട് എടുത്തു കേട്ടോ. 300 രൂപേൻ്റെ ഒരു ടീഷർട്ടായിരുന്നു, ആ ഒരു റേഞ്ചിലായിരുന്നു. അപ്പം അതങ്ങെടുത്ത് വീട്ടിൽ നിന്നൊക്കെ ഇടാനോ പുറത്ത് പോകുമ്പോൾ അധികം ടീഷർട്ട് യൂസ് ചെയ്യാറില്ല, കൂടുതലും വീട്ടിൽ നിന്ന് ഇടാനാണ് യൂസ് ചെയ്യുക. പക്ഷേ എപ്പോഴെങ്കിലും ഇപ്പോൾ ട്രെയിനിലൊക്കെ നമ്മൾ യാത്ര പോകില്ലേ, അപ്പോഴൊക്കെ ഇടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. അങ്ങനെ അതൊന്നും എടുത്തു. അത് കഴിഞ്ഞിട്ട് ചപ്പൽസ് നോക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയിട്ടോ. ഒരുപാട് നല്ല വെറൈറ്റീസ് ഉണ്ടായിരുന്നു. ഞാൻ 2 ദിവസം മുന്നേ വന്നിട്ടുണ്ടായിരുന്നു, അതായത് ഈ സമ്മർ കളക്ഷൻ തുടങ്ങുന്ന സമയം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ സമയം ഇതിനെക്കാട്ടും കുറേ ഉണ്ടായിരുന്നു, ഫുള്ളായിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഇപ്പം കുറച്ചൊക്കെ കുറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അവർ റീസ്റ്റോക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കുറയും തോറും. അപ്പോൾ നമ്മൾ ഈ വൈകുന്നേരം വന്നുകൊണ്ട് അതൊന്ന് അത്യാവശ്യം എടുത്തു കഴിഞ്ഞതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇപ്പം അഗേട്ടനിട്ട ചപ്പൽ നല്ല രസമുണ്ടായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ബാക്കി ഒരുപാട് ഇതുപോലത്തെ ഡിസൈൻസിലുണ്ട് കേട്ടോ. ഇതിന് 200 രൂപയോ 300 രൂപ എന്തോ അങ്ങനെയാണ് ആ ചപ്പലിൻ്റെ റേറ്റ് വന്നിട്ട്. അപ്പം അത് നമ്മളൊന്നെടുത്തു. അത് കഴിഞ്ഞിട്ട് മഴയല്ലേ വന്നത്, ഇപ്പം എറണാകുളത്തൊക്കെ നല്ല മഴയാണ്. അതുകൊണ്ട് ഷൂ വാങ്ങാമെന്ന് വെച്ചു, മഴയത്തിടുന്ന ഷൂ. ബാക്കിയൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ വേഗം മോശമായി പോവുമല്ലോ. അതുകൊണ്ട് ഇതൊക്കെ ഒരു റബ്ബർ ടൈപ്പ് പോലത്തെ ഒരു ഷൂ ആട്ടോ ഈ കാണുന്നത്. നേരത്തെ കണ്ടതല്ല, ഈ 300 രൂപേൻ്റെ ഒക്കെ ഉള്ളത്. 1000 രൂപേൻ്റെ ഒക്കെ നോർമൽ ഷൂ നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ ഇടുന്നത്. അപ്പം ഈ ഒരു റബ്ബർ ടൈപ്പ് ഒരു ഷൂ വാങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ അത് ഇട്ട് നോക്കുവാണ് കേട്ടോ. അങ്ങനെ പല കളേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഒരു കളർ എടുത്ത് അത് കഴിഞ്ഞിട്ട് എനിക്ക് കുറച്ച് നൈറ്റ് ഡ്രസ്സ് വാങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ. നല്ല നൈറ്റ് ഡ്രസ് കോംബോ ഉണ്ടായിരുന്നു, നല്ല ഭംഗിയുള്ള കുറേ കളേഴ്സ് ഉണ്ടായിരുന്നത്. ഇതൊക്കെ നൈറ്റ് ഡ്രസ് കോംബോ ആണ്. 500 രൂപേൻ്റെ ഉള്ളിലാണ് അതിൻ്റെ റേറ്റ് വന്നിട്ട്. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ ഒരു കളറും ഉണ്ടായിരുന്നു. അപ്പം എടുത്തുകൊണ്ട് നിൽക്കുമ്പോഴാണ് അഗിയേട്ടൻ്റെ ഫ്രണ്ട്സ് വന്നത് കേട്ടോ. അതായത് ഓഫീസ് വിട്ട് നമ്മളിങ്ങോട്ടേക്ക് വന്നതല്ല, അപ്പം അവർക്കും സ്റ്റുഡിയോ പോകാനുണ്ടായിട്ട് അവർ അവിടെ നിന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. അഗിയേട്ടൻ്റെ ഓഫീസിലെ കുട്ടികളാണ്. അങ്ങനെ അഗിയേട്ടൻ അത്യാവശ്യം സാധനങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞ ശേഷം എൻ്റെ സെക്ഷനിലേക്ക് വന്നു കേട്ടോ. അപ്പം ഞാൻ ഇവിടെ ഒരു ടീഷർട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ വീട്ടിൽ നിന്ന് ഇടാൻ പറ്റിയ ടീഷർട്ടാണ്. ഞാൻ പുറത്ത് പോകുമ്പോൾ അധികം ടീഷർട്ട്സ് ഒന്നും യൂസ് ചെയ്യാറില്ല. അപ്പം ഇത് ഓവർ സൈസ്ഡ് ടീഷർട്ടാണ്, അതുകൊണ്ട് ലൂസായി കിടന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ആ ഒരു കളർ ഒന്നെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഈ ഒരു കാണുന്ന നൈറ്റ് ഡ്രസ്സ്, ഇത് കാണാൻ നല്ല രസമുണ്ട്, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഒരു വൈറ്റ് ആയതുകൊണ്ട് എനിക്ക് ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു ഇതെടുക്കണം. നമ്മൾ അടുക്കളയിലെല്ലാം ചിലപ്പോൾ ഇട്ട് പെരുമാറുന്ന സമയത്ത് കറയായി കഴിഞ്ഞാൽ പോകില്ലല്ലോ, പ്രത്യേകിച്ച് മഞ്ഞളുടെ എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ പോകില്ലല്ലോ. അപ്പം ഭയങ്കര കൺഫ്യൂഷനായിരുന്നു, ഇത് എടുക്കണോ വേണ്ടയോ എന്ന് കുറേ ഇങ്ങനെ ചിന്തിച്ചു. അപ്പോഴാണ് ഇതേപോലെ തന്നെ വേറൊരു കളർ കണ്ടത്, ഓറഞ്ച് കളറ്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. അത് കുഴപ്പമൊന്നുമില്ല, മഞ്ഞളായാലും വലിയ പ്രശ്നമൊന്നുമില്ല എന്ന് വിചാരിച്ചിട്ട് എന്നാൽ അത് എടുക്കാമെന്ന് വിചാരിച്ചു. ഇത് കോംബോ ആയിട്ട് വരുന്നത്, പാൻറ്റും ടോപ്പും കോംബോ ആയിട്ട് വരുന്നതാണ്. 500 രൂപേൻ്റെ ഉള്ളിലാട്ടോ. അപ്പം അത് കണ്ടപ്പോൾ ഇതെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. എന്നിട്ട് കണ്ണാടിയിലൊക്കെ പോയി വെച്ച് നോക്കി. പിന്നെ പണ്ടൊരോട്ടം
സ്റ്റുഡിയോന്ന് തന്നെ വൈറ്റ് എടുത്തിട്ടുള്ള ഒരു സീൻ ഉണ്ടായിരുന്നു കേട്ടോ. അതായത് വൈറ്റ് എടുത്തിട്ട് വേഗം മഞ്ഞിച്ച് പോയിട്ടുണ്ടായിരുന്നു, എന്താ അറിയില്ല. അപ്പോൾ അത് എടുക്കണ്ടെന്നും വെള്ളം എടുത്തപ്പം വിചാരിച്ചു, എന്നിട്ട് അടുത്ത ആ ഒരു കളർ എടുത്തു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു ടോപ്പ് നോക്കാമെന്ന് വിചാരിച്ചിട്ട് നോക്കി. ബാക്കിയെല്ലാം സ്ലീവ്ലെസ് ആണ്. പിന്നെ സമ്മർ കളക്ഷൻ ആയതുകൊണ്ട് ഭയങ്കര ലൂസായി അങ്ങനത്തെയൊക്കെ ആയിരുന്നു. അപ്പോൾ അതൊന്നും നോക്കിയില്ല. നോർമൽ ഒരു ടോപ്പ് നോക്കാമെന്ന് വിചാരിച്ചു. ഈ ഒരു റേഞ്ച് മുഴുവൻ 500 രൂപേൻ്റെ ഉള്ളിലുള്ള ടോപ്പാണ് കേട്ടോ. അപ്പോൾ ഏത് വേണമെങ്കിലും എടുക്കാമെന്ന് ഇങ്ങനെ വിചാരിച്ചു. അപ്പോൾ സൈസ് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഈ ബ്ലാക്ക്, ഗ്രീന് എല്ലാം എനിക്കിഷ്ടമായി. അപ്പോൾ ഏതെങ്കിലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെ ഉണ്ടാവും നോക്കാമെന്ന് വിചാരിച്ചു. ഈ ബ്ലാക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല രസമുണ്ട് ആ ഒരു മോഡൽ കാണാനും, നല്ല ഭംഗിയുണ്ട് കേട്ടോ. പിന്നെ എന്തായിട്ടും നമ്മൾ ഒന്ന് ട്രൈ ചെയ്യാൻ പോവുമല്ലേ, അതുകൊണ്ട് എല്ലാം കൂടി ട്രൈ ചെയ്യാൻ പോകുമെന്ന് വിചാരിച്ചു. ഈ കാണുന്ന റേഞ്ച് മുഴുവനും 500 റേഞ്ചിലെയാണ്. അപ്പോൾ ഈ ഗ്രീനും ബ്ലൂവും ബ്ലാക്കും എല്ലാം എടുക്കാമെന്ന് വിചാരിച്ചു. അതിൻ്റെ ബ്ലാക്കിൻ്റെ അതേ ബ്ലൂ ഉണ്ടായിരുന്നു, പക്ഷേ അതെനിക്ക് വലിയ ഇഷ്ടം കണ്ടപ്പോൾ എനിക്ക് വലിയ ഇഷ്ടമാകാത്തതുകൊണ്ട് ഞാൻ അതെടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം എല്ലാം ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ഉള്ളിലേക്ക് പോകുമ്പോൾ എന്തായിട്ടും നമ്മൾ ട്രൈ ചെയ്യാൻ കിട്ടിയ ചാൻസ് എന്തായിട്ടും മുതലാക്കണമല്ലോ. ഉള്ളിലേക്ക് പോയി ബ്ലാക്കാണ് ആദ്യം ട്രൈ ചെയ്തത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നിങ്ങൾക്ക് ഇഷ്ടമായോ എന്ന് എനിക്കറിയില്ല. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമായി. നല്ല രസമുണ്ട് ബ്ലാക്ക് ഇട്ടിട്ട്. കുറേ നാൾ ബ്ലാക്കിൻ്റെ എന്തെങ്കിലും ഡ്രസ്സ് എടുത്തിട്ട്, ബ്ലാക്ക് ഇപ്പം പണ്ടെല്ലാം ഞാൻ ബ്ലാക്ക് എടുക്കാറുണ്ട്, പക്ഷെ ഇപ്പോൾ കുറേ നാൾക്ക് ശേഷം വീണ്ടും ബ്ലാക്ക് എടുത്തത്. നല്ല രസമുണ്ട്. ഫ്രണ്ടിലൊക്കെ നല്ല എന്താ പറയുക, നെക്കൊക്കെ അടിപൊളിയായിട്ടുണ്ട്. സ്ലിറ്റ് ഉള്ളൊരു ടോപ്പാണ് കേട്ടോ. പിന്നെ കൈ വരുന്നത് ഇതുപോലെ എലാസ്റ്റിക് ആയിട്ടാണ്, ലൂസാണ്, പക്ഷെ നല്ല രസമുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഈ ബ്ലൂ ആണ് ഇട്ട് നോക്കിയത്. പക്ഷേ ഈ ബ്ലൂ എനിക്ക് തീരെ ഇഷ്ടമായിട്ടില്ല. കോളർ വന്നപ്പോഴത്തേക്ക് എനിക്ക് ഡ്രസ്സിന് കോളർ വരുമ്പോൾ ആ ഡ്രസ്സിൻ്റെ സ്റ്റൈലേ മാറും, എൻ്റെ ഒരു സ്റ്റൈലേ മാറും. അതുകൊണ്ട് എനിക്കിത് തീരെ ഇഷ്ടമായിരുന്നില്ല. അങ്ങനെ ആ കറുപ്പാണ് കേട്ടോ എടുത്തത്. അത് കഴിഞ്ഞിട്ട് ചപ്പൽ നോക്കി. ചപ്പൽ എനിക്ക് ഈ ഒരു സെക്ഷൻ മാത്രമേ എനിക്ക് ഇഷ്ടമായിട്ടുള്ളൂ, ബാക്കിയൊന്നും എനിക്ക് വലിയ ഇഷ്ടമായിട്ടില്ല. അപ്പം ഇത് ജസ്റ്റ് ചുമ്മാ ഒരു രസമുള്ളതുകൊണ്ട് 200 രൂപേൻ്റെ സാധനമായിട്ടായിരുന്നു, അതുകൊണ്ട് അത് എടുക്കാമെന്ന് ഇങ്ങനെ മനസ്സിലുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഒന്നെടുത്തിട്ട് കവറിലിട്ടെ. കുറച്ച് കഴിയുമ്പോൾ ബില്ല് ചെയ്യാൻ പോയപ്പോഴത്തേക്ക് അതിൻ്റെ പേര് കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട് അത് അവിടെ തന്നെ കൊണ്ടുവച്ചു. എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് നമ്മൾ അത്യാവശ്യം സാധനങ്ങളൊക്കെ വാങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ബില്ലിംഗ് സെക്ഷനിലേക്ക് പോകുമ്പോൾ ഇങ്ങനെ ഫുൾ ക്ലച്ചേഴ്സൊക്കെ കാണും കേട്ടോ. ക്ലച്ചർ ഓൾറെഡി ഞാൻ വാങ്ങിയോണ്ട് ഞാൻ വാങ്ങുന്നില്ല എന്ന് വിചാരിച്ചു. ഞാൻ അങ്ങനെ എപ്പോഴും വലിയ വലിയ ക്ലച്ചേഴ്സൊന്നും യൂസ് ചെയ്യുന്നില്ല. ചെറിയ ക്ലച്ചേഴ്സ് ഒരു സെക്ഷൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിനൊക്കെ അത്രയും റേറ്റ് ഉള്ളൂ, 76 രൂപ അങ്ങനെയൊക്കെ ഉള്ളൂ. നല്ല ഭംഗിയെല്ലാം കാണാൻ വേണ്ടിയിട്ട് നമുക്ക് എപ്പോഴും യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല കുറേ ക്ലച്ചേഴ്സ് ആയിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഓൾറെഡി ഇവിടെ നമുക്ക് കവർ തരില്ല സ്റ്റുഡിയോന്ന്. എത്ര പിടിപ്പുള്ള സാധനം വാങ്ങിയാലും ഇവിടുന്ന് കവർ തരില്ല കേട്ടോ. അപ്പം ഞാൻ എന്ത് ചെയ്തു, വീട്ടിൽ നിന്ന് ലുലു ഫാഷൻ സ്റ്റോറിൻ്റെ കവർ കുറേ ഉണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം അമ്മയൊക്കെ വന്ന് വാങ്ങിയപ്പോഴത്തേക്ക് കുറേ കവർ അവിടെ ഉണ്ടായിരുന്നു. അതെടുത്തിട്ട് വന്ന്, എന്തിനാ വെറുതെ ഇവിടുന്ന് പൈസ കൊടുത്തിട്ട് കവർ വാങ്ങുന്നതെന്ന് വിചാരിച്ചിട്ട് അതെടുത്തിട്ട് വന്നിട്ട് നമ്മൾ രണ്ടുപേരും കവറിൽ നിറച്ച് അതിൻ്റെ ഉള്ളിൽ തന്നെ ഇട്ടിട്ട് പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. അപ്പോൾ സ്റ്റുഡിയോന്ന് അത്യാവശ്യം ഷോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ഡ്രസ്സ് ഇട്ട് നടക്കുമ്പോഴൊക്കെ ഞാൻ പറയുന്നത് സ്റ്റുഡിയോ ഒന്ന് വാങ്ങിച്ചതാണ് എന്നിട്ടോ. അങ്ങനെ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ, ഒരു സ്റ്റുഡിയോ വ്ളോഗായിപ്പോയി. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇനിയും ഷോപ്പിംഗ് പറ്റുന്ന പോലെയൊക്കെ ഷോപ്പ് ചെയ്യാൻ പോവാം വേറെ എവിടെയെങ്കിലും ആയിട്ട്. അപ്പം നല്ല മഴ വരുന്നുണ്ടായിരുന്നു, കുട പോലും എടുത്തിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ബസ് വന്ന് മുന്നിൽ പെട്ടലും നമ്മൾ വേഗം കയറി കേട്ടോ. ബസ്സിൽ ഒന്നും നോക്കിയിട്ടുണ്ടായിരുന്നില്ല, വേഗം സീറ്റും കിട്ടി കയറിയപ്പാട്. പിന്നെ കുറച്ച് സമയം നമ്മൾ ജംഗ്ഷനിൽ സിഗ്നലിൽ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങ് നോക്കുമ്പോൾ നല്ല മഴക്കാറ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ വേഗം പോയിട്ട് നമ്മളെ വൈറ്റില ഹബിൻ്റെ ഉള്ളിലെത്തിയിട്ട് വേഗം നടന്ന് വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ഇറ്റ്സ് സ്റ്റിൽ ദാൻ ബൈ ഫ്രം ആതിര അഖിൽ. ബൈ ബൈ.